പലരും ഉന്നയിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, എന്തുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്താത്തത്? അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. ആ വ്യക്തിയുടെ കുടുംബം വെറുതെ അനാവശ്യമായി ആ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അതൊരു നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ വ്യക്തി നാളെ മറ്റൊരാളെ ഇതുപോലെ ചെയ്യും. ഇനി ഒരാൾക്കും ഈ അവസ്ഥ വരാൻ പാടില്ല. താൻ ഒരു കുഴിയിൽ വീണു, ആ കുഴിയിൽ വീണാൻ കാരണക്കാരനായവൻ അവിടെ രക്ഷിക്കാൻ ആരായാലും ശ്രമിക്കുക എന്നുള്ളതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. വേറെ ആരുടെയുമല്ല, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ മുമ്പ് വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയുടെ, അതായത് അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഒരു കാര്യം. അതായത് സ്വന്തം സഹപ്രവർത്തകനിൽ നിന്നും ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഉപദ്രവമായ ഒരു കാര്യം. അതായത് വീഡിയോയിൽ കൂടി പോലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആ ഒരു വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വളരെ ഉപദ്രവമായ ഒരു കാര്യം ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. അത് സോഷ്യൽ മീഡിയയിൽ വന്നതിന്റെ അനുഭവം അത് പങ്കുവയ്ക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാം പറയുന്നു. സത്യത്തിന് നീതിക്കും വേണ്ടി പോരാടുന്നവർ, 24 hours വർക്ക് ചെയ്യുന്നവർ എന്നൊക്കെ നമ്മൾ പറയുന്നവരാണ്. ആ ഒരു ഫീൽഡിൽ നിന്നാണ് ഗൈസ് അടുത്ത ഒരു വാർത്ത ഇതുപോലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ വിഷയം അവിടെ കിടന്ന് അതൊരു രീതിയിലും ഒരു കത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ അടുത്തിടെ ഉണ്ടായ ഒരു വിഷയം. അതവിടെ ഇരിക്കെയാണ് ഈ ഒരു വിഷയം അടുത്തതായിട്ട് വന്നേക്കുന്നത്. വലുതായിട്ടൊന്നും ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു കുട്ടി അവിടെ നിന്നും ഇപ്പൊ ഇറങ്ങി. പക്ഷെ എന്നിരുന്നാലും അത് ആ ഒരു വീഡിയോ പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നില്ല. എന്നിരുന്നാലും തനിക്ക് സംഭവിച്ചൊരു കാര്യം സമൂഹത്തെ അറിയിക്കണമെന്ന് എനിക്കത് തോന്നി. പക്ഷെ എന്നിരുന്നാലും അതിലെ 1-2 ഫോൾട്ടുകൾ അല്ലെങ്കിൽ 1-2 അഭിപ്രായങ്ങൾ പറയാനാണ് ഗൈസ് ഇന്ന് ഞാൻ ആ വീഡിയോ എടുത്തത്. ആക്ച്വലി എന്തൊക്കെയാണ് ആ കുട്ടിക്ക് പറയാനുള്ളത് കേട്ടിട്ടും അതിനെക്കുറിച്ച് വന്ന 1-2 കമന്റുകളെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്റെ പേര് അഞ്ജന. ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് ഇതിനോടകം ഒരുപാട് പേരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരിൽ നിന്നെല്ലാം എനിക്ക് മെസ്സേജും കോളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും ഉന്നയിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, എന്തുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്താത്തത് എന്ന ചോദ്യമാണ്. അത് ആ വ്യക്തിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫേവർ ചെയ്യാനോ അല്ല ആ പേര് പറയാതിരുന്നത്. അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. ആ വ്യക്തിയുടെ കുടുംബം വെറുതെ അനാവശ്യമായി ആ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അതൊരു ഡാമേജ് ഉണ്ടാകുന്നു. സ്വന്തം മകൻ ചെയ്തൊരു തെറ്റിന് ആ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒന്നും തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ആ കുട്ടി അതിന്റെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കാരണം ആ പേര് പറയാതെ ഒരു വീഡിയോ പറയുകയാണ്. സമൂഹത്തിന് എന്താണ് ആ ഒരു വ്യക്തിയെ കുറിച്ച്, എന്നാൽ തന്നെ അത് ആരാണെന്ന് അറിയില്ല. റിപ്പോർട്ടർ ചാനലില് ഇങ്ങനൊരു കാര്യം നടന്നു എന്ന രീതിയിലാണ് അത് മുന്നോട്ട് പറയുന്നത്. കാരണം അവിടെ ഇനി ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ അത് ആ ഒരു റിപ്പോർട്ടർ ജീവിയൊക്കെ സ്വപ്നം കാണുന്നവർക്ക് ഒരു അഡ്വൈസ് ആ കുട്ടി കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഗൈസ്, അന്നേരം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വ്യക്തിയുടെ പേര് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ പറയാൻ പാടില്ലായിരുന്നു. ആ സ്ഥാപനത്തിൽ എത്രയോ വ്യക്തികളുണ്ട്, എല്ലാവരും സംശയത്തിലായി. ഇങ്ങനെയൊന്നും ഒരു മാധ്യമ പ്രവർത്തകർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? പ്രതിയുടെ കുടുംബത്തെ ഓർത്ത് പേര് പറയുന്നില്ല എന്ന അഭിപ്രായത്തോട് യോജിക്കാനാവില്ല. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കുറയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? ഇങ്ങനെ ഒരു വെറും ഒരു വീഡിയോ വെറുതെ ചെയ്ത് അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് കൊടുത്തു. റിപ്പോർട്ടർ ടിവിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നു. പക്ഷെ എത്ര നാൾ അത് ഓർക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ പേര് പറയാത്തത് കൊണ്ടാണ് ഇന്നും ആ വ്യക്തി അതേ സ്വഭാവത്തിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അത് ആ കുട്ടി വ്യക്തമായി പറയുന്നുണ്ട്. അയാൾ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഈ വ്യക്തി നാളെ മറ്റൊരാളെ ഇതുപോലെ ചെയ്യും. ഇനി ഒരാൾക്കും ഈ അവസ്ഥ വരാൻ പാടില്ല. ആ വ്യക്തി ആരാണെന്ന് തുറന്നു കാട്ടണം, പറയണം, തുറന്നു കാട്ടണം, ഒറ്റപ്പെടുത്തണം. കറക്റ്റ് അല്ലേ? നമുക്ക് സംഭവിച്ച എന്തുവാന്നുള്ളത് അവന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി തന്നെ അതിന്റെ മീഡിയയിൽ ഒരു ഇതിട്ടേക്കുന്നു, ഒരു കമന്റ് ഇട്ടേക്കുന്നു. ശരിയാണ്, ആ സ്ഥാപനത്തിലെ ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. അത് തുടരാതിരിക്കാൻ ഇനി വ്യക്തത വരുത്തേണ്ടത് ആ മാധ്യമ സ്ഥാപനമാണ്. കഴിഞ്ഞ 2 ദിവസമായി സ്ഥാപനത്തിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ചിലരോട് പേര് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി തീരുമാനം അവരുടേതാണ്. ഇപ്പോൾ അവിടെ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പരാതി നൽകാത്തത്. ഈ ക്രിമിനലിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മറ്റുള്ളവരെ സംശയത്തിൽ നിന്ന് മാറ്റേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പക്ഷെ ആ വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഒരു പെൺകുട്ടി കാണുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി എന്നതല്ല, അതിലുപരി അന്നേരം അവർക്ക് വേണ്ടി കൂടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടിക്ക് സംഭവിച്ച ആ ഒരു കാര്യം, അതായത് സ്വന്തം അഭിമാനത്തിനും വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ ഭാവിക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നല്ല രീതിയിൽ പോറലേറ്റ ആ ഒരു കാര്യം സമൂഹത്തോട് അത് വന്ന് പറഞ്ഞു. അതിലൂടെ അത്
പറയുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ച കാര്യം മറ്റാർക്കും സംഭവിക്കരുതേ, അല്ലെങ്കിൽ അവിടെ വരുന്നവർ അതൊന്ന് ഓർത്തു കൊള്ളണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയുടെ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, പോസിറ്റിവിറ്റി. പക്ഷെ എന്നതിലേക്കാളുപരി ആ കുട്ടി ആ ഒരു വീഡിയോ പങ്കുവെക്കുന്നതിലൂടെ അതിന് സംഭവിക്കുന്ന ആ ഒരു സോഷ്യൽ മീഡിയ എന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന കാര്യം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ആ ഒരു കാര്യം ഉള്ള കാലത്തോളം അതെന്നും സോഷ്യൽ മീഡിയ കിടക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചാൾക്കാർ നമ്മളിപ്പോ കാണുന്നു, അല്ലെങ്കിൽ കുറച്ചു കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു, മായുന്നു എന്നതിനേക്കാളുപരി എന്നും അതവിടെ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല അതിന്റെ അടുത്തുള്ളവരെങ്കിൽ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ അതിനെ ആ ഒരു കണ്ണിലൂടെ കാണുന്നതുമാണ് ഒരാൾ കാരണം. അപ്പം അയാളുടെ പേരത് വെളിപ്പെടുത്താത്തതിലൂടെ തനിക്ക് സംഭവിച്ച ആ ഒരു പോറൽ താൻ മാത്രം അനുഭവിക്കുന്നു എന്നുള്ള കാര്യം അല്ലേ. അപ്പോ ആ കുട്ടി ചിന്തിക്കാതെ പോയൊരു കാര്യം, ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഈ ഒരു കാര്യം പറയുമ്പോൾ തനിക്ക് സംഭവിച്ച ആ ഒരു മാനഹാനി, അല്ലെങ്കിൽ തന്റെ ഭാവിക്ക് സംഭവിച്ച ആ ഒരു പോറൽ, അതിന് കാരണക്കാരനായവൻ അവിടെ മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞവൻ മൂടിയോട് ജീവിക്കുന്നു. കാരണം ആ കുട്ടി കേസായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. വിൻഷി അലോഷ്യസിന്റെ ഒരു കേസ് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അയാൾ കൃത്യമായിട്ട് ആ ഒരു പേര് മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പേരിൽ ആർക്കായാലും ഒരു ശ്രദ്ധയും, അല്ലെങ്കിൽ അവനെ തനിക്ക് സംഭവിച്ചൊരു കാര്യം താൻ മാത്രം അനുഭവിക്കുന്നത്, കാരണം താൻ ഒരു കുഴിയിൽ വീണു, ആ കുഴിയിൽ വീണാൻ കാരണക്കാരനായവൻ അവിടെ രക്ഷിക്കാൻ ആരായാലും ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനോഭാവം കുട്ടിക്ക്, അങ്ങനെ ഒരു മനോഭാവം തോന്നിയാൽ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ടും, ഞാനെന്നല്ല ഒരുപാട് ആൾക്കാർക്ക് കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം നമ്മളൊരു കുഴിയിൽ വീണാൻ കാരണക്കാരനായവനെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവനൊന്നും സംഭവിക്കല്ലേ, അവന്റെ ഭാവിക്കൊന്നും വരല്ലേ എന്നോർത്ത് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാവിയും കൂടെ നമ്മൾ അതൊക്കെ സംഭവിച്ചു പോയി, അതും ആക്ച്വലി എനിക്കറിയില്ല ആ കുട്ടിയുടെ മനോഭാവമായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ ഒരാൾ കുഴി വീഴാൻ നമ്മൾ കാരണക്കാരനൊരുത്തിനായിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് 4 പേര് അറിയിക്കുക, അല്ലെങ്കിൽ അറിയണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവൻ ഒരു തവണ ആവർത്തിച്ച് അവൻ രക്ഷയ്ക്കപ്പെട്ടെങ്കിൽ വീണ്ടും അവൻ ആവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു കേസുകളും അവസാനിക്കുന്നില്ല. നമ്മൾ അറിയും, ഓരോ കേസുകൾ മുന്നോട്ട് വരുമ്പോൾ, സ്ത്രീധന കൊലപാതകം അല്ലെങ്കിൽ മറ്റോരോ കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പറയും ഇതിലൂടെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇപ്പൊ അത് അവസാനിക്കും, ഇതിലൂടെ ഇത് അവസാനിക്കട്ടെ. ഏതവസാനിക്കുന്നു? രാഷ്ട്രീയത്തില്, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും അങ്ങനത്തെ കേസുകളും വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ മാധ്യമ പ്രവർത്തനത്തില് എവിടെല്ലാമാണ് ഈ ഒരു ഇത്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കേസുകൾ. വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ കേസുകൾ ഈ വർഷം തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഈ ഒരു കേസ് എന്ന് പറഞ്ഞ എല്ലാ മേഖലയിലും ഉണ്ട്, എങ്ങും അവസാനിക്കുന്നില്ല. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച വ്യക്തിഹത്യ, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച മാനഹാനി, അതിന്റെ വില എത്രത്തോളമാണെന്ന് അവനവന്റെ ജീവിതം അവനവന് മാത്രമേ അവനവന്റെ ജീവിതത്തിന്റെ വില അറിയത്തുള്ളൂ അല്ലേ. അവനവൻ ജീവിക്കുന്ന അവനവന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനൊരു വ്യക്തിഹത്യ ഒരാൾ കാരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ പോറൽ അവനും കൂടി മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ വേദന അവനും കൂടി മനസ്സിലാക്കി കൊടുക്കണം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ അവന്റെ പേര് പറഞ്ഞ് അവന്റെ മുഖം മൂടിയെങ്കിലും അഴിച്ചു വീഴ്ത്താൻ നമ്മൾ കാരണക്കാരിയാവണം എന്നുള്ളതാണ്.